എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. FIUG സെക്കൻഡ് സെമസ്റ്റർ മേജർ പേപ്പറായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷോർട്ട് നോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു മേജർ പേപ്പറാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രോബ്ലംസോടൊപ്പം തന്നെ തിയറീസും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എക്സാമിന് നല്ലൊരു സ്കോറിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈവൻ പ്രോബ്ലം അറിയാത്ത കുട്ടികളാണെങ്കിൽ പോലും തിയറി എഴുതി നിങ്ങൾക്ക് 21 മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് തിയറി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലെ മുഴുവൻ തിയറീസും പഠിച്ചെടുക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാം. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൻ്റെ തിയറി നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങളുടെ മൈനർ അതിൻ്റെ നോട്ട്സും കൂടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത എല്ലാ സിസ്റ്റത്തെയും നമുക്ക് എന്ത് പറയാം? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, അക്കൗണ്ടിങ്ങിൽ രണ്ട് രീതിയിലുള്ള സിസ്റ്റമാണുള്ളത്, ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും. യഥാർത്ഥത്തിൽ ഏതൊരു ബിസിനസ്മാനും ഫോളോ ചെയ്യേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. എന്നാൽ ആ ഡബിൾ എൻട്രി പ്രിൻസിപ്പൾ ഫോളോ ചെയ്യാതെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസയൻറ്റിഫിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അതായത് ഇത് അപൂർണവും അതേപോലെ തന്നെ അശാസ്ത്രീയവുമായ ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് അൺസിസ്റ്റമാറ്റിക് ആൻഡ് ഇനാക്യുറേറ്റ്. കൃത്യതയില്ലാത്തതും ഒരു ഓർഡർ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്നും കൂടെ, അപൂർണമായ അക്കൗണ്ടിങ് രേഖകൾ എന്നും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ എൻട്രിയെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അതായത് അക്കൗണ്ടിങ്ങിൽ രണ്ട് സിസ്റ്റമാണുള്ളത്, ഡബിൾ എൻട്രിയും സിംഗിൾ എൻട്രിയും. ഡബിൾ എൻട്രി ഫോളോ ചെയ്യാത്ത എല്ലാ സിസ്റ്റത്തെയും നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. അതേപോലെ സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റും ഇനാക്യുറേറ്റും അൺസയൻറ്റിഫിക്കും അൺസിസ്റ്റമാറ്റിക്കുമായിരിക്കും. ഈ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അടുത്തത്, വാട്ട് ഈസ് ഡബിൾ എൻട്രി സിസ്റ്റം? 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? സിംഗിൾ എൻട്രി സിസ്റ്റം പഠിച്ചൊരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ഡബിൾ എൻട്രി സിസ്റ്റം എഴുതാൻ സാധിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഡുവാലിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുള്ള സിസ്റ്റത്തെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. ഏതൊരു ഇടപാട് നടന്നാലും ബിസിനസ്സിൽ അതിന് 2 വശങ്ങൾ ഉണ്ടായിരിക്കും. 1 ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് 1 ക്രെഡിറ്റ് ആസ്പെക്ട്. ഒരു ഡെബിറ്റും ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് സയൻറ്റിഫിക് ആൻഡ് ഇൻകംപ്ലീറ്റ്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ശാസ്ത്രീയമാണ്, പൂർണ്ണമാണ്, ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കുമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി. ഇറ്റ് ഈസ് കംപ്ലീറ്റ്, ആക്യുറേറ്റ്, റിലയബിൾ, സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക്. അത്രയും എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അതായത് 6 മാർക്കിന് പാർട്ട് ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ഡിഫറൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് സിംഗിൾ എൻട്രിയുടെയും ഡബിൾ എൻട്രിയുടെയും ഇതൊരു ട്രിക്കാണ് നിങ്ങൾക്ക്. ഈ ഡിഫറൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സിംഗിൾ എൻട്രിയുടെയും ഡബിൾ എൻട്രിയുടെയും മീനിങ്, ഈ ഡിഫറൻസസിലെ പോയിന്റ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും മീനിങ് ആയി, ഫീച്ചേഴ്സായി.
അഡ്വാൻറ്റേജസ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം, ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് പഠിച്ചാൽ ഈ മൊഡ്യൂളിലെ 50% തിയറീസ് പഠിച്ചതിന് ഈക്വൽ ആണ്. അപ്പം നമുക്ക് ഈ ഡിഫറൻസ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. 13 ഡിഫറൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 6 മാർക്കിനാണ് ഡിഫറൻസ് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ 12ഓളം ഡിഫറൻസ് എങ്കിലും എഴുതണം. ഓരോ ഡിഫറൻസിനും 1/2 മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇതിൽ 12 ഡിഫറൻസ് നിങ്ങൾ എക്സാമിന് എഴുതുക. ഓക്കെ. സിംഗിൾ എൻട്രി സിസ്റ്റം, വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ ഇടപാടിൻ്റെ ഒരു വശമായിരിക്കും രേഖപ്പെടുത്തി വെക്കുക. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ 2 ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഒരു ഇടപാടിൻ്റെ 2 വശങ്ങളും രേഖപ്പെടുത്തി വെക്കും. ഓക്കെ. സിംഗിൾ എൻട്രി സിസ്റ്റം, 1 ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഒരു ഇടപാടിൻ്റെ ഒരു വശമായിരിക്കും രേഖപ്പെടുത്തി വെക്കുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം 2 ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഒരു ഇടപാടിൻ്റെ 2 വശങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നു. സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം കംപ്ലീറ്റ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഇനാക്യുറേറ്റ് ആണ്, കൃത്യതയില്ല. ഡബിൾ എൻട്രി സിസ്റ്റം ആക്യുറേറ്റ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം അൺസയൻറ്റിഫിക് ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം സയൻറ്റിഫിക് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം അൺസിസ്റ്റമാറ്റിക് ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം സിസ്റ്റമാറ്റിക് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം അൺറിലയബിൾ ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം റിലയബിൾ ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ലെസ് കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് അല്ല. ഡബിൾ എൻട്രി സിസ്റ്റം കോസ്റ്റ്ലി ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഫ്ലെക്സിബിൾ ആണ്, ഡബിൾ എൻട്രി സിസ്റ്റം ലെസ് ഫ്ലെക്സിബിൾ ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ്. സിംഗിൾ എൻട്രി സിസ്റ്റം അനുയോജ്യമാകുന്നത് ചെറിയ ബിസിനസ്സുകാർക്കാണ്. ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ടു ഓൾ ബിസിനസ്. എല്ലാ ബിസിനസ്സിനും ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആണ്. ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് കനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകം ടാക്സ് അതോറിറ്റി നോട്ട് അക്സെപ്റ്റഡ്. ഇൻകം ടാക്സ് അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല സിംഗിൾ എൻട്രി സിസ്റ്റം. ബട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഇൻകം ടാക്സ് അതോറിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ട്സും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസസ്. ഒന്നുകൂടെ നോക്കുക. സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു ഇടപാടിൻ്റെ ഒരു വശം മാത്രമേ രേഖപ്പെടുത്തി വെക്കുന്നുള്ളൂ. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം ഒരു ഇടപാടിൻ്റെ 2 ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റും ഇനാക്യുറേറ്റുമാണ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം കംപ്ലീറ്റും ആക്യുറേറ്റുമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം അൺസയൻറ്റിഫിക്കും അൺസിസ്റ്റമാറ്റിക്കും അൺറിലയബിളുമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം സയൻറ്റിഫിക്കും സിസ്റ്റമാറ്റിക്കും റിലയബിളുമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ലെസ് കോസ്റ്റ്ലി, അധികം എക്സ്പെൻസീവ് അല്ല. ഡബിൾ എൻട്രി സിസ്റ്റം കോസ്റ്റ്ലി ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചേഞ്ചസ് വരുത്താം. ഡബിൾ എൻട്രി സിസ്റ്റം ലെസ് ഫ്ലെക്സിബിൾ ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം സ്മോൾ ബിസിനസ്സിന്, അതായത് ചെറുകിട വ്യാപാരികളാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പൂർണ്ണമായ നോളജ് ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിനാണ് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആവുന്നത്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആകുന്നത് ഓൾ ബിസിനസ്, എല്ലാ ബിസിനസ്സിനും സ്യൂട്ടബിൾ ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകം ടാക്സ് അതോറിറ്റി അംഗീകരിക്കുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം ഇൻകം ടാക്സ് അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റം പേഴ്സണലും റിയലും നോമിനലും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നുള്ളത് തിട്ടപ്പെടുത്താൻ സഹായിക്കുന്നു. ടു കാൽക്കുലേറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരം എങ്ങനെയാണ്, എത്രയാണ് അസറ്റ്സും ലാബിലിറ്റീസും ഓണേഴ്സ് ഇക്വിറ്റിയും ഉള്ളത്, ആ കാര്യം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു.
ടു ഓപ്പൺ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനും, ടു ഒബ്റ്റെയിൻ ബാലൻസ് തിട്ടപ്പെടുത്താനും, ടു മിനിമൈസസ് ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, എററും ഫ്രോഡും തെറ്റുകളും അതുപോലെ തന്നെ കള്ളത്തരങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് നോക്കാം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഓൾറെഡി നമ്മൾ സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചപ്പോൾ അവിടെ എന്തൊക്കെയാണോ നമ്മൾ എഴുതിയത് അത് തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോളോ ഡബിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, ഇറ്റ് ഈസ് ഇൻആക്യുറേറ്റ്, ഇറ്റ് ഈസ് അൺറിലയബിൾ, ഇറ്റ് ഈസ് അൺസയൻറ്റിഫിക്, ഇറ്റ് ഈസ് അൺസിസ്റ്റമാറ്റിക്, ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, ഇറ്റ് ഈസ് suitable to small business, trial balance cannot be prepared, balance sheet cannot be prepared, only personal accounts are maintained, it is not accepted by tax authority. ഇത്രയുമാണ് സിംഗിൾ എൻട്രിയുടെ ഫീച്ചർ. ഇത് സെപ്പറേറ്റ് പഠിക്കേണ്ട, ഓൾറെഡി ഡിഫറൻസസിലെ പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. Then moving on to the next topic, which is what are the merits or advantages of single entry system. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് സിമ്പിൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി, അധികം പണച്ചെലവേറിയ ഒരു പ്രക്രിയയല്ല ഇത്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, സിംഗിൾ എൻട്രി സിസ്റ്റം ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ്, സിംഗിൾ എൻട്രി സിസ്റ്റം ചെറിയ ബിസിനസ്സുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ ക്വിക്ക്ലി, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമുക്ക് ഓരോ ഇടപാടുകളും വളരെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാം. കാരണം നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് വശങ്ങളൊന്നും പരിശോധിക്കേണ്ടതില്ല. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിമെറിറ്റ്സ്, പ്രോബ്ലംസ്, ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഓൺലി വൺ ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു വശം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ദെൻ മറ്റു പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ച ഇൻകംപ്ലീറ്റ്, ഇനാക്യുറേറ്റ്, അൺസയൻറ്റിഫിക്, അൺസിസ്റ്റമാറ്റിക്, അൺറിലയബിൾ അതൊക്കെയാണ്. പിന്നെ സ്യൂട്ടബിൾ ടു സ്മോൾ ബിസിനസ് ഓൺലി, നോട്ട് അക്സെപ്റ്റഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റി, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാല്യൂ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ചെക്ക് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, തെറ്റുകളോ അല്ലെങ്കിൽ കള്ളത്തരങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനും പ്രയാസമായിരിക്കും. ദെൻ ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി, ഇതും ഈ പറഞ്ഞ കൂട്ട് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം? പ്രധാനമായിട്ടും ദർ ആർ 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം: പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ആ പേരോർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ടൈപ്സ് എന്ന് ചോദിച്ചാൽ ആദ്യം സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് എഴുതുക, അതിനുശേഷം ആ 3 ടൈപ്പ് ഒന്ന് ഡിനോട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓരോ ടൈപ്പും എടുത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. വളരെ സിമ്പിൾ ആണ് ഇതിൻ്റെ ടൈപ്സിൻ്റെ എക്സ്പ്ലനേഷൻ. പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദിസ് സിസ്റ്റം ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. അത്രയും ഓർത്താൽ മതി. പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. എന്താണ്? പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് അതവിടെ ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്ക് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ രണ്ടാമത്തതിൽ 2 എണ്ണം വന്നു. ഏതൊക്കെയാണ്? പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്, ദെൻ ക്യാഷ് ബുക്ക് ആർ മെയിൻറ്റെയിൻഡ്. ദെൻ മൂന്നാമത്തെ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം എത്തുമ്പോൾ അതിൽ 3 എണ്ണം വരുന്നുണ്ട്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്, 2 ക്യാഷ് ബുക്ക് ആർ മെയിൻറ്റെയിൻഡ്, 3 സം സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. ഓക്കെ. ദെൻ ഇതും മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചതാണ്. വാട്ട് ഈസ് നെറ്റ്വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നെറ്റ്വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആർ ഇൻകംപ്ലീറ്റ് ഓർ ഇനാഡിക്വേറ്റ്. അക്കൗണ്ടിംഗ് റെക്കോർഡുകൾ അപൂർണമാകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ നെറ്റ്വർത്ത് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ്
കമ്പയറിംഗ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിലെ ഓപ്പണിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നെറ്റ്വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മെത്തേഡ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും കൂടെ അറിയപ്പെടുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് തുടർച്ചയായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നെറ്റ്വർത്ത് മെത്തേഡ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒന്നും കൂടെ ഓർത്തു വെക്കുക. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ബിസിനസ്സുകാർ അവരുടെ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നെറ്റ്വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പ്രകാരം ഏത് സാഹചര്യങ്ങളിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റും ഇനാഡിക്വേറ്റും അൺസയൻറ്റിഫിക്കുമാകുന്ന സാഹചര്യങ്ങളിൽ. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെയും കമ്പാരിസൺ ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഈസി ടു കാൽക്കുലേറ്റ്, ക്വിക്ക് എസ്റ്റിമേഷൻ, നോ നീഡ് ഫോർ ഡീറ്റെയിൽഡ് അക്കൗണ്ടിംഗ്, യൂസ്ഫുൾ ഫോർ ടാക്സ് പർപ്പസ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared under single entry system to find out profit or loss of the business. ഒരു ബിസിനസ്സിലെ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം അവരുടെ പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അതിൽ നിന്നും ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും നമുക്ക് കിട്ടുന്ന എമൗണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ലോസുമായിരിക്കും. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് ആണ്, എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് വെച്ചുകൊണ്ടായിരിക്കും. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഗീവ്സ് റീസൺ ഫോർ ഏണിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് പ്രകാരം എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടായത് എന്നുള്ളതിന് ഒരു റീസൺ തരുന്നുണ്ട്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അത്തരത്തിലുള്ള ഒരു റീസൺ തരുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക സെയിൽസ്, പർച്ചേസ്, എക്സ്പെൻസസ് മുതലായവയായിരിക്കും. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മൾ കാണിക്കുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെഡ്ജർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ലെഡ്ജർ ബാലൻസും അതുപോലെ തന്നെ ചില എസ്റ്റിമേഷൻസുകളും അതുപോലെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുമൊക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് prepared under single entry system to ascertain financial position of the business. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അസറ്റ്സും ലാബിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ സ്മോൾ ബിസിനസ്സിനാണ് യൂസ്ഫുൾ ആവുക. അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾ ബിസിനസ്, എല്ലാ ബിസിനസ്സും പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയറിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യില്ല, ബാലൻസ് ഷീറ്റിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയറിൽ പ്രോഫിറ്റ് ഓർ ലോസും ക്യാപിറ്റലുമാണ് കണ്ടുപിടിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയറിൽ അസറ്റ്സിന്റെയും ലാബിലിറ്റിന്റെയും വാല്യൂസ് എടുക്കുന്നത് ആക്ച്വൽ റെക്കോർഡിൽ നിന്നായിരിക്കും. എന്നാൽ ബാലൻസ് ഷീറ്റിൽ
ആക്ച്വൽ റെക്കോർഡിൽ നിന്നായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ ആക്ച്വൽ റെക്കോർഡിൽ നിന്നോ എസ്റ്റിമേറ്റ്സിൽ നിന്നോ ആയിരിക്കും. അടുത്തതാണ് കൺവേർഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻടു ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തെ ഡബിൾ എൻട്രി സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, മാറ്റുന്ന ആ ഒരു മെത്തേഡിനെയാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് ദി ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻടു കംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് നമ്മുടെ അപൂർണമായ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമുള്ള റെക്കോർഡ്സുകളെ പൂർണ്ണമായ രൂപത്തിലേക്ക് മാറ്റി ഡബിൾ എൻട്രി സിസ്റ്റം ആക്കുന്നതിനെയാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് പിക്ചർ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അത്തരത്തിൽ നമ്മൾ സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യതയുള്ളതും കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഈ മെത്തേഡിന്റെ ഒബ്ജക്റ്റീവ്സ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഡിഫക്ട്സ് ഓവർകം ചെയ്യാം, ബിസിനസ് ട്രാൻസാക്ഷനെ പൂർണ്ണമായും രേഖപ്പെടുത്താം, യഥാർത്ഥ ലാഭവും നഷ്ടവും കാൽക്കുലേറ്റ് ചെയ്യാം, യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം, എറേഴ്സും ഫ്രോഡ്സും അവോയ്ഡ് ചെയ്യാം, റിലയബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഇനി മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട് യൂസ്ഡ് ടു റെക്കോർഡ് ആൻഡ് ട്രാക്ക് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ട്രേഡിംഗ് ആക്ടിവിറ്റി. ഒരു ബിസിനസ്സിലെ ട്രേഡിംഗ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും അത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു താൽക്കാലികമായ ഒരു അക്കൗണ്ടാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു മൊഡ്യൂളിൽ തിയറി പഠിക്കാനുള്ളൂ. ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20ഓളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ നോട്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ ആ കാര്യവും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.